ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന ദൗത്യങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികരുടെ സംരക്ഷണം, മൊബിലിറ്റി, ലോജിസ്റ്റിക് എന്നിവ ഇന്ത്യ ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇന്ത്യൻ കരസേനയുടെ ഡെപ്യൂട്ടി ചീഫ് ലഫ്റ്റനന്റ് ജനറൽ രാകേഷ് കപൂർ. തദ്ദേശീയ പ്ലാറ്റ്ഫോമുകൾ വിന്യസിക്കുന്നത് ഉൾപ്പെടെ വെല്ലുവിളി നിറഞ്ഞ ദൗത്യ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ സമാധാന സേനാംഗങ്ങൾക്ക് മികച്ച സംരക്ഷണവും കൂടുതൽ വിശ്വസനീയമായ പിന്തുണയും നൽകുന്നതിനാണ് സൈന്യത്തിന്റെ ആധുനികവൽക്കരണ മുന്നേറ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും ദേശീയ മാധ്യമവുമായിട്ടുള്ള ആശയവിനിമയത്തിൽ അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ നീല ഹെൽമറ്റുകളുടെ സുരക്ഷയും ഫലപ്രാപ്തിയും ഉറപ്പാക്കുന്ന ആത്മനിർഭർ ഭാരത് എന്നതിലാണ് ഞങ്ങളുടെ ആധുനികവൽക്കരണ ശ്രമങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നവീകരണങ്ങൾ ഇന്ത്യയുടെ വിശാലമായ ആത്മനിർഭർ ഭാരത് ലക്ഷ്യങ്ങളുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി. ഇളനീല നിറത്തിലുള്ള ശിരോവസ്ത്രം കാരണം UN സമാധാന സേനാംഗങ്ങളെ പലപ്പോഴും ബ്ലൂ ബെറ്ററുകൾ അല്ലെങ്കിൽ ബ്ലൂ ഹെൽമറ്റുകൾ എന്ന് വിളിക്കുന്നുണ്ട്. തീവ്രവും ശത്രുപരമായതുമായ പ്രദേശങ്ങളിൽ സൈനികരുടെ നീക്കങ്ങളും പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്തുന്നതിന് സൈന്യം നിരവധി പുതിയ പ്ലാറ്റ്ഫോമുകൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മൊബിലിറ്റിയിലും സംരക്ഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ സൈനികരുടെ ഉപകരണങ്ങൾ ഗണ്യമായി നവീകരിച്ചു. മെച്ചപ്പെട്ട സ്ഫോടന പ്രതിരോധശേഷിയുള്ള കല്യാണി M4 ആർമഡ് വെഹിക്കിൾ, ദുഷ്കരമായ ഭൂപ്രദേശങ്ങൾക്കായി ഷെർട്ട് ഓഫ് ടെറൈൻ വെഹിക്കിൾസ് പോലുള്ള തദ്ദേശീയവും പ്രത്യേകവുമായ വാഹനങ്ങൾ വിന്യസിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നീല ഹെൽമറ്റ് പ്രവർത്തനമുള്ള ലോജിസ്റ്റിക് പിന്തുണയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ പ്രത്യേകിച്ച് അടിയന്തര ഘട്ടങ്ങളിൽ സമാധാന സേനാംഗങ്ങൾക്ക് കാലതാമസം ഇല്ലാതെ സാധനങ്ങളും സഹായങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സൈന്യം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിനപ്പുറം തങ്ങളുടെ ലോജിസ്റ്റിക്കൽ പിന്തുണ ആധുനികവൽക്കരിച്ചിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ചാർട്ടേഡ് കാർഗോ വിമാനങ്ങൾ ഉപയോഗിച്ച് നിർണായക മരുന്നുകളുടെയും സ്പെയറുകളുടെയും വേഗത്തിലുള്ള വിതരണം ഞങ്ങൾ ഉറപ്പാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മെച്ചപ്പെടുത്തലുകൾ ഗതാഗതത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ഇന്ത്യൻ സൈനികർക്ക് വിശ്വസനീയമായ പ്രവർത്തനം ഉറപ്പാക്കാനുള്ള വിശാലമായ ശ്രമത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പ്ലാറ്റ്ഫോമുകളും സംവിധാനങ്ങളും മികച്ച സംരക്ഷണം നൽകുകയും എല്ലാ ദൗത്യ മേഖലകളിലുള്ള തങ്ങളുടെ ലോജിസ്റ്റിക്കൽ പ്രവർത്തന പരിധി നാടകീയമായി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഇന്ത്യയുടെ ദൗത്യങ്ങളെല്ലാം വെറ്റ് ലിസ്റ്റിന് കീഴിലാണെന്ന ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു, അതായത് വിന്യസിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും പ്രവർത്തന ആവശ്യങ്ങൾക്കും സംഭാവന നൽകുന്ന രാജ്യത്തിന് ഉത്തരവാദിത്തമുണ്ട്. 50-ലധികം UN ദൗത്യങ്ങളിലായി 2,90,000-ലധികം സമാധാന പാലകരുമായി ഇന്ത്യ ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഒരു പ്രധാന സംഭാവന നൽകുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം മാർച്ച് 9 മുതൽ അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന 9 സജീവ ദൗത്യങ്ങളിലായി 5000-ലധികം ഇന്ത്യൻ സമാധാന സേനാംഗങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.